ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Listening to speech. സ്പീച്ച് ഒരു പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ മറ്റൊരാളുടെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ എന്താണ് നോക്കാം. As a student, you must listen. You have a lot of experience or a lot of chances to listen the speeches of others. So how to listen the speeches of someone? See that. എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കണം. സോ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ, അപ്പം നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് മറ്റൊരു ദിവസം വേറൊരു മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് ഡേയിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ചായിരിക്കും. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് the purpose. You have to understand the purpose of the speech. Speech inde purpose endanennu manasilakanam. So understand, really understand the intention. ഉദ്ദേശം എന്താണ് മനസ്സിലാക്കുക. Intention of the speaker. Speeches are made mainly for three things. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സ്പീച്ചസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഒന്ന് ടു ഇൻഫോം ആണ്. ഇൻഫോം അറിയിക്കുക എന്നുള്ള, ടു ഇൻഫോം അറിവ് നൽകുകയാണ്. രണ്ടാമത്തത് ടു പെർസ്യൂഡ്, പ്രേരിപ്പിക്കാൻ. മൂന്നാമത്തത് ടു എൻ്റർടൈൻ, വിനോദത്തിന്. സോ ദീസ് ടു ഇൻഫോം, ടു പെർസ്യൂഡ് ആൻഡ് ടു എൻ്റർടൈൻ. ഈ മൂന്ന് കാര്യമാണ് നമ്മൾ സ്പീച്ചസിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ നമ്മളെ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനാണ്. രണ്ടാമത് അയാളെ മറ്റൊരു കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനത്തിനോ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നതിനാണ്, അവരെ പ്രേരിപ്പിക്കുന്നതാണ് പെർസ്യൂഡ്. സോ നെക്സ്റ്റ് ടു എൻ്റർടൈൻ, അവർ കോമഡി അതുപോലെ ബാക്കി തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിനോദത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യം. ഇപ്പോൾ മൂന്ന് എയിമാണ് എല്ലാ സ്പീച്ചിനും ഉണ്ടാവും. So whatever it may be, see that there are three aims for all speeches. See, the first one, we can inform. Inform means inform our knowledge to others, and to persuade. Persuade means to motivate and to create some new some ideas in them, and to make the duty of themselves, and to entertain. വിനോദത്തിന് വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളാണ് വിനോദത്തിന് വേണ്ടി. മനുഷ്യന്മാരെ ഒരു ജീവിത പ്രക്രിയയുടെ ഭാഗമാണ് വിനോദം. അപ്പോൾ വിനോദം എന്നുള്ളത് അതിനു വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ the four aims are there. Once you understand the aim of the speaker, you can get the clear idea about it. സോ അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയാം. Once you know that what the purpose speaker is, it is easy for you listen and understand him. ഒരാൾ ഈസിയാണ് അത് സ്പീക്കറുടെ ഈ കാര്യങ്ങൾ അതുപോലെ മറ്റ് പിന്നെ എന്താണ് സ്പീക്കറുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പിന്നെ പർപ്പസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ ശ്രദ്ധിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. സോ സീ ദാറ്റ്, ആസ്ക് യുവർ സെൽഫ് സം ക്വസ്റ്റ്യൻസ്.
How to understand yourself? Ask yourself. Some questions. ചില ചോദ്യങ്ങൾ ചോദിക്കാം നമ്മൾ. Am I trying to, ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? I am trying to what? ഞാൻ എന്തിന് ശ്രദ്ധിക്കുന്നു? ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഫസ്റ്റ് വൺ, gather information. Gather information. അറിവ് നേടുന്നതിനാണോ? അറിവ് നേടുന്നതിനാണോ നമ്മൾ എന്തിനാണ് ഇത് ശ്രദ്ധിക്കുന്നത്? സെക്കൻഡ് വൺ, understand the difficult issue. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ? എന്തിനാണ് നമ്മൾ ഇത് ലിസൺ ചെയ്യുന്നത്? നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. We have to ask some question to ourselves. And third one, change my opinion. Opinion about something. എന്തിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം മാറ്റിയെടുക്കാനാണോ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നമ്മൾ ആ ലിസണിങ് പവർ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, see that whenever we are getting some speeches, we must anticipate the content. Anticipate the content means ഉള്ളടക്കം മുൻകൂട്ടി മനസ്സിലാക്കും. ഉള്ളടക്കം മുൻകൂട്ടി മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സെക്കൻഡ് വൺ, minimize the distractions. Minimize the distractions. അശ്രദ്ധ കുറേ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലിസണർ അയാളുടെ കോൺസെൻട്രേഷൻ ശ്രദ്ധ മാറിപ്പോകും. സ്വാഭാവികമായിട്ടും അത് മിനിമൈസ് ദ ഡിസ്ട്രാക്ഷൻസ്, അതും ഏറ്റവും മിനിമം ചെയ്യാൻ. മൂന്നാമത്തത്, record the important elements. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാന പോയിന്റുകൾ രേഖപ്പെടുത്തി വെക്കാം. മറന്നുപോകും. എത്ര വലിയ ഓർമ്മശക്തി ഉള്ള ആളാണെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളോട് മറന്നുപോകും. സോ വി ഹാവ് ടു record the important elements. Listen actively. വളരെ കൃത്യമായിട്ട് സജീവമായി ശ്രദ്ധിക്കുക. സജീവമായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഒരു ലിസണർ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ സീക്ക് ക്ലാരിഫിക്കേഷൻ. എപ്പോഴും അദ്ദേഹം സ്പീഡിലാണ് അല്ലെങ്കിൽ വളരെ വേഗതയിലാണ് സംസാരിക്കുക. അപ്പോൾ അറിയാത്ത കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ നടത്തും. എന്താ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തത തേടുക. മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് പാർഡൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വ്യക്തത തേടുക. ലിസണിങ് ഒരു സ്പീച്ച് ലിസണിങ് ചെയ്യുന്ന ആളുകൾ കീപ്പ് ചെയ്യേണ്ട പോയിൻറ്റ്സുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, ലിസണിങ് ടു ദ ലെക്ചറർ.
to lecture, how to be a good listener, listening to the lecture. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പറയുന്ന ആളാണ് നമ്മൾ ലെക്ചർ എന്ന് പറയുന്നത്. പറയുന്ന ആൾ നമ്മൾ ലെക്ചറർ എന്നും ആ പറയുന്ന പ്രക്രിയയ്ക്ക് ലെക്ചർ എന്നും നമ്മൾ പറയുന്നു. സോ അതിന് വ്യക്തത ഒരു പ്രസംഗം തന്നെയായിരിക്കും. ടീച്ചിങ്ങും ലെക്ചറിങ് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ലെക്ചറിങ് ഈസ് ഓൺലി മേക്കിംഗ് സം ടൈപ്പ് ഓഫ് അവയർനെസ് അമംഗ് ദ ലിസണർ. അറ്റ് സെയിം ടൈം ടീച്ചിങ് ഈസ് മേക്കിംഗ് ഓൾ തിങ്സ് അമംഗ് ദ ലിസണേഴ്സ്. ഒരു പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന, അയാളിൽ നന്നായിട്ട് അവയർനെസ് അന്വേഷിപ്പിക്കുന്നതിനാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലെക്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലെക്ചറിങ് അതിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, അതിനാണ് ലെക്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്, ഹൗ ടു ബി എ ഗുഡ് lecturer. So prepare yourself, prepare for the lecture, സ്വയം എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലെക്ചറിന് പോകുമ്പോൾ. സോ മോർ ഓവർ ദാറ്റ് യു മസ്റ്റ് ബി എ ലിസണർ, ലിസണിങ് the other lecture, മറ്റുള്ള ലെക്ചറും നമ്മൾ വളരെ വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് the limitations of the lecturing ground. ലെക്ചറിങ് ഗ്രൗണ്ടിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കണം. സോ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത്, എന്താണോ വിഷയം, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ബോധം വേണം. ഒരേ രീതിയിലുള്ള ലെക്ചറിങ് ആയിരിക്കരുത് നമ്മൾ എല്ലാ സ്ഥലത്തും പ്രയോഗിക്കേണ്ടത്. ആൻഡ് ഫോർത്ത് വൺ, സോ ഇവാലുവേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഇഫ് യു ആർ എ ലിസണർ ഇഫ് യു ആർ എ ലെക്ചറർ, യു മസ്റ്റ് ഇവാലുവേറ്റ് യുവർ സെൽഫ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ലിസണർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഫീഡ്ബാക്ക് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എവാലുവേറ്റ് യുവർ സെൽഫ്, സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ലെക്ചർ, വെൻ യു ആർ മേക്കിംഗ് എ ലെക്ചർ, യു ഹാവ് ടു ലിസൺ ദീസ് 4 പോയിന്റ്സ്. ദ ക്വാളിറ്റീസ് ഓഫ് എ സ്പീച്ച്. ഒരു സ്പീച്ചിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ. സ്പീച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ഒരുപാട് നന്നായിട്ട് പ്രസംഗിക്കുകയും അതുപോലെ അത് മറ്റുള്ളവരിൽ ഒരു പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. വിൻസ്റ്റൺ ചർച്ചിലും അബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധിയും നെഹ്റുവും വി.കെ. കൃഷ്ണമേനോനും ഒക്കെ നന്നായിട്ട് സ്പീച്ച് ചെയ്ത ആളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത കാലത്ത് എ.പി.ജെ. അബ്ദുൽ കലാം നല്ലൊരു സ്പീക്കർ. സോ അവരൊക്കെ നമ്മൾക്ക് വളരെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കണം, വാട്ട് ആർ ദ മെയിൻ ക്വാളിറ്റീസ് ഓഫ് എ സ്പീച്ച്? സീ ദാറ്റ് ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഇൻഫോർമേറ്റീവ് ആണ്. ഇൻഫോർമേറ്റീവ് ആണ് മീൻസ് അറിവ് നൽകുന്നതാവണം. പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുന്നതാവണം. നെക്സ്റ്റ്, സെക്കൻഡ് വൺ, ഇൻസ്ട്രക്റ്റീവ് ആയിരിക്കാം. എന്താണ് ഇൻസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ശിക്ഷണം നൽകുന്നതാണ്. മലയാളത്തിൽ ശിക്ഷണം നൽകുന്നത്. സോ ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്. ആൻഡ് തേർഡ് വൺ, പെർസ്യൂസീവ്. പ്രേരിപ്പിക്കുന്നതാണ്. സോ മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം, അതുപോലുള്ള മറ്റുള്ള ആളുകളൊക്കെ, ജൂലിയസ് സീസറിലൊക്കെ നമ്മൾ കാണും. ഫോർത്ത് വൺ, ഇൻറ്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്നായിരിക്കും. ആകർഷണീയമായിരിക്കണം. എല്ലാം കൂടിച്ചേർന്ന് ആകർഷണീയമായി, നമ്മൾ വളരെ കൃത്യമായിട്ട് തമാശയും കാര്യങ്ങളും എല്ലാം കൂടി വെച്ച് ചേർന്നിട്ട് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കണം സ്പീച്ചിൽ ഉണ്ടായിരിക്കേണ്ടത്.
അത് നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു സ്പീച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ പ്രയാസമാണ്. അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കായിരിക്കണം സ്പീച്ച് പോകേണ്ടത്. ദീസ് ആർ ദ ക്വാളിറ്റീസ് വി ഹാവ് ടു കീപ് വെൻ വി ആർ മേക്കിംഗ് എ സ്പീച്ച്.